നിങ്ങൾ ഓർക്കും തോന്നുന്നു നമ്മൾ ആരാധനയുടെ സമയത്ത് നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞേ? ആരാധന സമയത്ത് പലരും എന്ത് കാണത്തില്ല, ചെയ്യത്തില്ല, എത്തത്തില്ല. ടൈമിങ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ എത്തുന്നത് എപ്പോഴാ? നമ്മളെല്ലാവരും നേരത്തെ എല്ലാവരും എത്തുന്നവരാണ്. നോക്കിയേ, ദൈവത്തിന് യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന സമയമാണ് ഏത്? ആരാധന എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, അടുത്തത് ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പേ. കണ്ടോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പേ. കണ്ടോ? അപ്പൊ ആരാധന എന്ന് പറയുന്നത് നമ്മെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുന്നതാണ്. പോകട്ടെ, നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. കഴിഞ്ഞ ആഴ്ച വേറെ പഠിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ജസ്റ്റ് പ്രോഡിഗൽസിന്റെ ചേട്ടനെ പറ്റി. ഏതാണ്ട് ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, നമ്മൾ നമ്മളിത് പഠിച്ചത്. അപ്പൊ അവിടെ കുറെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഇവർക്ക് ആർക്കും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ എന്തില്ല? അവകാശമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ. 22 മുതലുള്ള വാക്യം. മാത്യു ചാപ്റ്റർ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയെന്ന് തീർത്ത് പറയും. മതി. ശ്രദ്ധിച്ചേ, ഈ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഗ്രൂപ്പ് ആരൊക്കെയാ? കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ, അപ്പൊ പ്രവാചകന്മാര്, അടുത്തത് പ്രത്യേക കൃപാവര പ്രാപ്തന്മാര്. ശ്രദ്ധിച്ചോണം, വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ പ്രത്യേക കൃപാവരമൊക്കെ ഉള്ളവര് എന്ന് അഭിമാനിക്കുന്നവര്. അപ്പൊ അവിടെ ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? വീര്യപ്രവർത്തികളൊക്കെ എന്ത് ചെയ്തു? ചെയ്തു. പക്ഷെ അടുത്ത എന്താ പറഞ്ഞേ? ആരോട് പറയും? എന്റെ നാമത്തിൽ നിങ്ങൾ, അവര് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു? പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്തവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ, നിങ്ങളുടെ ഈ പഴയ ബൈബിളിൽ 15-ാം വാക്യമാണെന്ന് തോന്നുന്നു. പഴയ ബൈബിളിലൊക്കെ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? പുതിയ ബൈബിളുണ്ടോ, പുതിയ കുഞ്ഞുങ്ങളെ ഇരിക്കുന്ന ബൈബിളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആണോ? അവിടെ എഴുതിയിരിക്കുന്ന കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇനി ശ്രദ്ധിക്കണം, ഇതാരാ പറയുന്നത്? ഇത് കർത്താവ് പറയുന്നയാ. ഇത് അപ്പോസ്തലനായ പൗലോസോ പത്രോസോ യാക്കോബോ ഒന്നും പറയുവല്ല. കർത്താവ് പറയുക കള്ള പ്രവാചകന്മാരെ. ഞാനിത് പറയുന്നതിന്റെ കാരണം എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കുറെ ലിസ്റ്റുകൾ വായിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ? അല്ല, പൗലോസ് പറയുന്നതാണ് ഇതെല്ലാം വെളിയിലുള്ളവർക്ക് ഉള്ളതാ. കാരണം അവിടെ പറയുന്നത് തുറന്നടപ്പുക. ഒന്ന് വായിച്ചേ, എന്റെ എളുപ്പം എഫേസ്യ ലേഖനം 5-ാം അധ്യായം വാക്യം ഒന്ന് വായിച്ചേ.
ദുർനടപ്പുകാർ അശുദ്ധർ, ദുർനടപ്പുകാർ അശുദ്ധർ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത എന്നാ? എന്താ ചേച്ചേ? നമുക്കുള്ളത് അല്ല, ഇത് നമുക്കുള്ളതല്ല. ഇത് ആർക്കുള്ളതാണെന്ന് വെച്ചാൽ ഇത് ചർച്ചിന് വെളിയിൽ ഉള്ളവർക്കാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം. അവിടെ തന്നെ എനിക്ക് തെളിയിക്കാൻ പറ്റും. കാരണം ഇത് പറഞ്ഞ പൗലോസ് തന്നെ പറയുന്നുണ്ട്, കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത ഒരു സംഭവം നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്കറിയാവുന്ന വിഷയമാണ്. പോട്ടെ. അപ്പൊ അവിടെ തന്നെ നമുക്ക് തെളിയിക്കാൻ ചർച്ചകത്ത് ഇത് ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇവിടെ നോക്കിയേ, കർത്താവ് നേരിട്ട് പറയുക കള്ളപ്രവാചകന്മാരെ. അപ്പൊ ഈ പ്രവാചകന്മാരെ എവിടാ ഉള്ളത്? നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ ഇന്നത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ കത്തോലിക്ക സഭ പ്രവാചകന്മാരുണ്ടോ? അല്ല, ഇപ്പോഴുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ കണ്ടിങ്ങനെ ഈ പിന്നെ എന്തുവാ ഇത് വന്നല്ലോ, ഈ ഫോട്ടോ വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ നവീകരണം കുറെ നവീകരണം അല്ല എന്തുവരെ പറയുന്നത്, കരിസ്മാറ്റിക് കുറെ വന്നപ്പോഴാണ് ഈ പ്രവചനവും അന്യഭാഷയും ഒക്കെ അവര് പറയാൻ തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ കർത്താവ് പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ കണക്കനുസരിച്ച് ഈ യാക്കോബ സഭ പ്രവാചകന്മാരാരും ഇല്ല. CSI പോയാലും അവിടെ എന്തില്ല, ഭർത്തമാരൊന്നും ആരും ഇല്ല. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ ഇത് ഞാൻ ആരോടാ പറയുന്നത്? ആരോടാ ജസ്റ്റ് എന്ന് പറയുന്നത്? വീണ്ടും ജനനം. നമുക്കാണല്ലോ ഈ പ്രവാചകന്മാരെ ആവശ്യം, അല്ലേ? അല്ല ചോദിച്ചാ നമ്മൾ ഇതൊന്നും ഇത് സഭയെ പ്രസംഗിക്കത്തില്ല. എന്താണെന്നറിയോ? കാരണം നമ്മുടെ സഭയിലുള്ള നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ലല്ലോ. നോക്കിയേ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ലോക പ്രശസ്തനായ സുവിശേഷ പ്രാസംഗികൻ ബെൻഹിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? കണ്ടായിരുന്നോ? അതിൽ ഞാൻ കള്ളപ്രവചനം നടത്തിയിട്ടുണ്ട്. വായിച്ചായിരുന്നു ആരെങ്കിലും? ബെൻഹിൻ പറയൂ, എല്ലാരും അറിയുന്ന ആളാ ബെൻഹിൻ. അദ്ദേഹം പറയും, ഞാൻ കള്ളപ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. നോക്കി, ഈ പുള്ളി ആരായിട്ട് അറിയപ്പെടുന്നത്? ഈ പുള്ളിയെ കത്തോലിക്കനായിട്ടാണോ അറിയപ്പെടുന്നത്? അല്ല, ഇദ്ദേഹവും പെന്തിക്കോസിന്റെ ആളാണ്. ഈ പുള്ളി പറയുക, ഞാൻ കള്ളപ്രവചനം, പുള്ളി തന്നെ പറയുക. ഇനി നോക്കിക്കേ, കഴിഞ്ഞിടയ്ക്ക് വേറെ നമ്മുടെ കേരളക്കരയിലുള്ള ഒരു അറിയപ്പെടുന്ന ഒരു പുള്ളി പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പ്രവചനം എല്ലാം ഒന്നും ശരിയല്ല, എല്ലാം ഒന്നും ദൈവത്തിൽ നിന്ന് വരുന്നില്ല, കുറച്ച് ഞങ്ങളുടെ കയ്യിൽ നോക്കി ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കേട്ടില്ലേ? ഞാനിത് എന്റെ എന്ന് പറഞ്ഞ ആരെയും കളിയാക്കാൻ, നിങ്ങളൊക്കെ കേട്ട കാര്യം ഇന്നും മീഡിയക്കകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സാധനമാണ്. അവർ തന്നെ പറയുക, ഞങ്ങൾ പറയുന്നത് എല്ലാം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏറ്റെടുക്കരുതെന്ന്. കാരണം കുറച്ചൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്നൊരു ഗുമ്മിന് വേണ്ടി എന്ത് ചെയ്യും? കേട്ടാ? ഈ നമ്മൾ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ദൈവമക്കളെ. ഈ നമുക്ക് പ്രവചനം വേണം. പ്രവചനം, കാരണം ദൈവത്തിൽ പറയുന്നു, പ്രവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. ആ ഒരു വാക്യമാണല്ലോ. പക്ഷേ നമ്മള്, ഞാൻ അതിനോട് നമുക്ക് ഈ അബദ്ധം പറ്റുന്ന കുറെ വാക്യങ്ങളുണ്ട്. നമ്മള് എടുത്തു വെച്ച് പറയുന്ന ഒരു വാക്യം, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്. ഞാൻ എന്റെ സഭയെ, ആര്? കർത്താവ് ഏത് സഭയെ പണിയും? അപ്പൊ കർത്താവിന്റെ സഭ ഏതായിരുന്നു? ചച്ചക്കോട് അല്ലേ? നമുക്കറിയാവുന്ന ഇന്ത്യൻ പെന്റിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ, പിന്നെ ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലി ചർച്ച് ഓഫ് ഗോഡ്, ഇങ്ങനെ കുറെ ചർച്ച് ഓഫ് ഗോഡ് നമുക്കറിയാം. നമ്മൾ എടുത്തു വെച്ച് പറയുന്ന വാക്യം
ഇപ്പം ഏതെങ്കിലും ഒരു ചർച്ച് ഹോളൊക്കെ പണിത് കഴിഞ്ഞാൽ അന്നത്തെ മെയിൻ വാക്യം ഏതാ? ഇതാ, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളം ഗോപുരങ്ങൾ. അതിന് സത്യത്തിൽ കർത്താവ് പറഞ്ഞത് ഏത് സഭയെ പണിയുന്ന? ഈ നമ്മുടെ ഈ സഭയെ പണിയുന്നാണോ പറയുന്നത്? അതാണ് എവലെ പറഞ്ഞത്? അല്ല, കർത്താവ് പറഞ്ഞല്ല. കർത്താവിന്റെ സഭയെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണിതുകൊണ്ടിരിക്കുക. ഇതിനകത്ത് കർത്താവിന്റെ സഭയുടെ ചില കല്ലുകൾ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാം ഒന്നും കർത്താവിന്റെ സഭയുടെ കല്ലുകളൊന്നും അല്ല. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഇതൊന്നും അല്ല, എല്ലാ ഒന്നും കല്ലുകളൊന്നും അല്ല. മുഴച്ചിരിക്കുന്ന കല്ലൊക്കെ കർത്താവ് എന്ത് ചെയ്യും? വെട്ടി ഒതുക്കും. ഒതുക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? അങ്ങ് പോവും. അപ്പൊ ഈ കൊള്ളാവുന്ന അതിന് ഒതുക്കി കൊടുക്കുന്ന കല്ലിനെയൊക്കെ വെച്ച് കർത്താവ് സഭ എന്ത് ചെയ്യും? പണിയും. അപ്പൊ ആ പണിയെ കുറിച്ചാ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ കർത്താവ് മടക്കി വരുന്നത് എന്തിനാ? തന്റെ സഭയെ ചേർക്കാൻ അല്ലേ? മണവാട്ടിയാകുന്ന സഭ അല്ലേ? നോക്കിക്കേ, ഈ കർത്താവിന്റെ സഭയെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണിയുക. ഞാൻ എപ്പോഴും ഇവിടെ പറയും, ചർച്ച് ഓഫ് ഗോഡ്, IPC, AG അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഒക്കെ നമ്മൾ പറയുന്നതൊക്കെ എന്താ? സഭയാണോ? അത് ഇൻസ്റ്റിറ്റ്യൂഷൻസാ, അത് പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾക്ക് നിയമങ്ങളുണ്ട്. കർത്താവിന്റെ സഭയ്ക്ക് ലോകത്തിലെ നിയമത്തിന് ബാധകമാണ് അല്ല. പക്ഷെ നമ്മൾ ലോകത്തിന്റെ നിയമം അനുസരിച്ചല്ല ഈ സഭ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസാ. പിന്നെ നമ്മൾ അങ്ങ് പേരിട്ടേക്കുക, ഇത് ചർച്ച് ഓഫ് ഗോഡ്, ഫുൾ ഗോസ്പൽ, ഇന്ത്യൻ പെന്റിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. ഇപ്പൊ തന്നെ ഫുൾ ഗോസ്പൽ എന്ന് നമ്മൾ പറയുമ്പോ തന്നെ ഗോസ്പൽ എവിടാ കേൾക്കുന്നത്? എവിടെ കേൾക്കുന്നുണ്ടോ? ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്നാ? സുവിശേഷം. സുവിശേഷം ഒന്നും പറയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അതാ ഈ വാക്യം എടുത്തത്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, ഏതെങ്കിലും ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ കർത്താവ് പണിയുമെന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ സഭയെ ചേർക്കുവാൻ മടങ്ങി വരും. സഭയാകുന്ന മണവാട്ടി അല്ലെങ്കിൽ മണവാട്ടിയാകുന്ന ദൈവസഭയെ ചേർക്കാൻ കർത്താവ് എന്ത് ചെയ്യും? ഇറങ്ങി വരും. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 1 തൊട്ട് വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അടുത്തത് ഒഴിഞ്ഞുപോയി. അടുത്തത് ഇല്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിച്ചേ. അപ്പം മണവാളനായ ക്രിസ്തു, മണവാട്ടിയായ സഭ. നമ്മൾ ഈ വിവാഹ ശുശ്രൂഷയൊക്കെ നടക്കുമ്പോഴേ, വിവാഹ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്ന വ്യക്തി അതിന്റെ അവസാനത്തിൽ പറയും, ഈ വിവാഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് നടക്കുമ്പോൾ ഇത് വരുവാൻ പോകുന്ന ഒരു വലിയ വിവാഹത്തിന്റെ ഒരു പ്രതിരൂപമാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പ്രസംഗിക്കാറുണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സഭയെ പണിയും എന്ന് പറഞ്ഞത് നമ്മെ ഓരോ ദിവസവും ദൈവസഭയുടെ അംഗമായി തീർന്ന ഓരോ വ്യക്തികളെയും കർത്താവ് എന്ത് ചെയ്യുക? പണിത് ആ പണിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്ന് കർത്താവിന് തോന്നുമ്പോൾ കർത്താവ് സഭയെ ചേർക്കാൻ എന്ത് ചെയ്യും? വരും. ഇവിടെ കയറി വരുകയും എന്നുള്ള ശബ്ദം എന്ത് ചെയ്യും? കേൾക്കുവാനിടയായിത്തീരും. പോകട്ടെ, ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, നമുക്ക് മടക്കി വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത, ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധിക ദ്രവ്യാഗ്രഹി, ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ ഇതെല്ലാം ആരാ? വെളിയിലുള്ളവരാ. പക്ഷെ അകത്തുള്ള പുള്ളികളെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവരാടുകളുടെ വേഷം ധരിച്ച്
നിങ്ങളുടെ അടുക്ക വരും. അടുത്തത് അകമയോ കടിക്കരുത് എന്നായിക്കളാവുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുന്തിരിപ്പഴവും അരിഞ്ഞലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുവാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷവും ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിൽ ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇനി അടുത്താണ് നമ്മുടെ വിഷയം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകൂ എന്ന് തീർത്ത് പറയും. മതി, ശ്രദ്ധിച്ചേ. ഇവിടെ പറയുക, അവസാനം നമ്മൾ വായിച്ചു നിർത്ത വാക്യം ഇങ്ങനെയാണ്. അധർമ്മം വാക്യം ഇട്ടെ. അന്ന് ഞാൻ അവരോട്, കർത്താവ് പറയുക, ഞാൻ അവരോട് പറയും. ആരോട്? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തു. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം അടുത്തെടുത്ത അധർമ്മം അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകും. അപ്പൊ ശ്രദ്ധിച്ച് എന്തോ മനസ്സിലായത് നിങ്ങൾക്ക്? അധർമ്മം പ്രവർത്തിക്കുന്ന ദൈവം സാധനമില്ല. ഫ്രണ്ട്സ്, എന്നാ മനസ്സിലായി? നമ്മൾ പഠിക്കുവാണല്ലോ, എന്നാ മനസ്സിലായി? ഇവിടെ പറയുക, അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവചിച്ചപ്പോഴും നിങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തപ്പോഴും നിങ്ങൾ കൈ നിട്ടൊരു ഗുമ്മിന് വേണ്ടി പ്രവചിച്ചപ്പോഴൊന്നും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്റെ പേരിൽ ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കർത്താവിന്റെ സന്നിധിയിൽ പ്രവൃത്തിക്കാണ് വില. ഈ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് ഒരു സഭയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുക, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. എന്താ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ്? അല്ല, അത് വിട്ടുപോകാന്നല്ലേ? അല്ല, അധർമ്മം എന്നുള്ള എന്താ കൊടുത്തേക്കുന്നത്? evil doers, iniquity. അല്ല അങ്ങള ആ മേളത്തെ വാക്ക് ഇന്നിക്വിറ്റി 23 ആ ലാസ്റ്റ് വേർഡ് 23 that word iniquity. എന്താ ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ? evil doers evil doers എന്ന് വെച്ചാൽ evil ചെയ്യുന്നവർ, ഈവിൾ അല്ലെ പിശാചിന്റെ പ്രവർത്തികൾ, ദുഷ്ടന്റെ പ്രവർത്തികൾ, ദുഷ്പ്രവർത്തികൾ, അതിനകത്തെല്ലാം വരും. ദുർനടപ്പ് വരും, അശുദ്ധി വരും, ഇതെല്ലാം എന്ത് ചെയ്യും? അതിനകത്ത് വരും. ശ്രദ്ധിച്ചേ, ഇത് പ്രവർത്തിക്കുന്നവരെ, അപ്പൊ ഇത് പ്രവർത്തിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങൾ ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇവർ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഇവർ ഭൂതങ്ങളെ എന്ത് ചെയ്യുക? പുറത്താക്കുക. ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഇവരെന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക? വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇവര് ചെന്നിട്ട് പറയുക, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇതൊക്കെ എന്ത് ചെയ്തായിരുന്നു? പ്രവർത്തിച്ചതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നല്ലൊരു ശതമാനം അത്ഭുതങ്ങളും ഫേക്കാണ്. നമ്മൾ അതിലേക്ക് പോയ സമയം ഒത്തിരി പോകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവര് ചെന്നിട്ട് പറയുക, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഇതൊക്കെ പ്രവർത്തിച്ചായിരുന്നു. പക്ഷേ
നമ്മൾ അതിന് മുൻപ് വായിച്ച ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുന്നത് അവരുടെ ഫലം കൊണ്ടാണ്. നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നത്? അവരെ മനസ്സിലാകുന്നുണ്ടോ? ഫലം കൊണ്ടാണ് നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. നമ്മളവിടെ വായിച്ചു, മത്തായി സുവിശേഷത്തിൽ തന്നെ വായിച്ചു, നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയത്തില്ല. അപ്പൊ നല്ല ഫലം വരുവാണെങ്കിൽ മരം എങ്ങനെയുള്ളതായിരിക്കും? നല്ല മരമായിരിക്കും, അല്ലെങ്കിൽ നല്ല വൃക്ഷമായിരിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ലതും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും എന്ത് ചെയ്യും? വരും. നോക്കിയേ, ഇവരിതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ മോട്ടിവേഷൻ വേറെ. വരത്തില്ല. മരോട്ടിക്കായയുടെ ഗുണമല്ല. മീൻ പിടിക്കാൻ അതിനൊക്കെ കൊള്ളാം. ആത്തക്ക ഇട്ടാ മീൻ കിട്ടും, കിട്ടത്തില്ല. ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഇവര് ചെയ്യുമ്പോൾ, ഈ വീര്യപ്രവൃത്തികളും ഈ പ്രവചനവും ഒക്കെ നടത്തുമ്പോൾ ഇവരുടെ ലക്ഷ്യം വേറെയാണ്. മനസ്സിലായോ? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ലേഖനം എഴുതി, ഈ പെന്റിക്കോസ്റ്റൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നതിനകത്ത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക, ഒരു പാസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളോട് പ്രോസ്പെരിറ്റി സംസാരിക്കുന്നവർ, നിങ്ങൾക്ക് ഇത് പുതിയ തലമുറ ഉണ്ടാകും, പുതിയ ജനറേഷൻ വരാൻ പോകുന്നു, അത് നടക്കുന്നു ഇത് നടക്കുന്നു ഒക്കെ പറഞ്ഞു വരുന്നവർ, നിങ്ങളില്ലാത്ത കാശും മുടക്കി അവിടെ ചെന്ന് ഇല്ലാത്ത കാശെല്ലാം കൊടുത്ത് അതെല്ലാം വാരി കെട്ടി അവര് ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റേ കയറി അവരെത്തി അവരടുത്ത സ്ഥലം പിടിക്കും. പ്രോസ്പെരിറ്റി പറയാം, ഇതെല്ലാം വാരിക്കൊണ്ട് കൊടുത്തവൻ ഒന്നും ഇല്ലാത്തവനായിട്ട് തിരിച്ച് വിയർത്ത് വെയിലും കൊണ്ട് തിരിച്ചു വരും. നോക്കിയേ ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് ഇവിടെ പറയുക, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോണം. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഇപ്പൊ ഏറ്റു പറയുക, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കള്ളപ്രവചനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞ പ്രവചനമൊന്നും ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നോക്കിയേ, ഇതൊക്കെ ദൈവനാമം ദുഷിക്കപ്പെടാനിടയായിത്തീരും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നല്ല വൃക്ഷത്തെ കൂടി ഇവരെന്ത് ചെയ്യുക? ചീത്തയാക്കുക. നോക്കിയേ, ഞാനിപ്പോ നിങ്ങളോട് പറയാ, ഞാൻ ഇവിടെ പ്രസംഗിച്ചതെല്ലാം തെറ്റായിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഞാൻ നിങ്ങളോട് പ്രവചനം പറഞ്ഞിട്ട് പറയാം, അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് നിങ്ങളോട് പറഞ്ഞതായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പം ഇനി ഇന്ത്യൻ മറുസൈഡ് ഞാൻ പറയാം, അവർക്ക് അങ്ങനെ ഒരു തെറ്റ് അവർക്ക് ഓർമ്മ വന്ന് അതിൽ പശ്ചാത്താപം വന്നെങ്കിൽ നല്ലത്. പിന്നെ പറഞ്ഞു പുള്ളി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരിതെല്ലാം പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഫ്ലൈറ്റുകൾ, ഇത് ആരുടെ കാശാണ്? ആരുടെ കാശ്? നമ്മുടെ കാശ്. ഈ നമ്മളിത് കേൾക്കാൻ അവിടെ പോയിരുന്നിട്ട് നിങ്ങളിൽ എത്ര പേര് കാർ മേടിച്ചു? ഫ്ലൈറ്റ് പോട്ടെ. നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ധനാഢ്യനാക്കുന്നതോ നിങ്ങളെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഈ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതല്ല, മറിച്ച് നിത്യജീവൻ നിങ്ങളെ ഓഹരിക്കാരാക്കുന്നതാണ് സുവിശേഷം. ഒരു കാര്യം എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ പറയുന്ന, ഈ പലരോടും നമ്മൾ പറയുന്നുണ്ട്, അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ 80 വർഷവും 90 വർഷവും കൂടി ജീവിക്കാൻ അവസരം കിട്ടും. ഈ 80 വർഷവും 90 വർഷവും ഇങ്ങനെ ജീവിക്കാൻ പറ്റാതെ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി മാത്രം നോക്കി അത്രയും നാൾ ജീവിച്ചിരിക്കുന്നതിനാണ്. ദൈവം ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം തരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലോകത്തിലൊക്കെ മനസ്സിലായില്ല, നമുക്ക് 80-90 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാം.
നമ്മൾ ഇപ്പം ഞാനിപ്പം ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ഞാൻ അന്ന് മുതൽ കേൾക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് പോകാറുള്ളതാണ്. അപ്പോൾ ഈ എൻ്റെ 1-ാമത്തെ വയസ്സ് മുതൽ 90-ാമത്തെ വയസ്സ് വരെ നമ്മൾ ഇതൊന്നും താമസിക്കാതെ ഇതിന് മാത്രം നോക്കിയിരിക്കുന്നത് എന്തിനാണ് ഒരു ചോദ്യം വരുന്നത്. അപ്പം അത് നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യം അതിനകത്താണ് വിശ്വാസി വീഴുന്നത്. ഈ പ്രോസ്പെരിറ്റിക്കാരന് വീഴുന്ന അതിനകത്താണ്. ഇത്രയും നാളുകൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. നമ്മളിപ്പോഴും പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും എനിക്കിതും വേണം അതും വേണം എന്നുള്ള ചിന്ത വരും. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് വീഴുന്നു. നിങ്ങൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം പഠിച്ചാൽ നമുക്കറിയാം 6-ാം അധ്യായത്തില് കർത്താവ് പറയുന്നത്, ഇത് ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞത്, 6-ാം അധ്യായത്തില് നമ്മള് 6-ാം അധ്യായത്തോടെ അതായത് ആകാശത്തിലെ പറവുകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല. 6-ാം അധ്യായം, അത് തന്നെ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ 24-ാം വാക്യം ഒന്ന് വായിച്ചേ. ആഹാരത്തെക്കാൾ ജീവൻ അല്ല, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്ക് കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പഴിച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട്, എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? അത്രയും ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല. അടുത്തത്, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അടുത്തത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയത്തില്ല. Two masters. ഈ മാമോനെയും ദൈവത്തെ ആ You cannot serve God and Mammon. Last. ഓക്കെ, ഈ മാമോൻ എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ മാമൻ? മണി. അതായത് പ്രോസ്പെരിറ്റിയുടെ ദൈവം, അതായത് ധനം തരുന്ന ദൈവം. നമ്മൾ ഈ മറ്റു ചില ഇതില് പിന്നെ സമൃദ്ധിയുടെ ദൈവങ്ങളുണ്ട്, സമൃദ്ധി തരുന്ന ദൈവം, നമുക്ക് പണം തരുന്ന ദൈവം, ഇങ്ങനെ ഓരോ ദൈവങ്ങളുണ്ട്. അപ്പം സ്വർഗത്തിലെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് അതിനെയും എന്നെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സേവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ദൈവത്തെ മാമോനെയും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നേരത്തെ ബെസൂർ പറഞ്ഞ വിഷയം, അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ എന്തോ ചെയ്യും? ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് കർത്താവ് അവിടെ തെളിയിച്ചിട്ടുണ്ട്. കർത്താവ് അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കാൻ കഴിയത്തില്ല, സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നോക്കിക്കേ, നമുക്ക് ഈ ഓവറായി കർത്താവ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾക്ക് ഓവറായിട്ട് വേണ്ടത് കൊണ്ടാണ് നമുക്ക് എന്തു വരുന്നത്, വിചാരപ്പെടൽ വരുന്നത്. ഇപ്പം ഈ മാസം എനിക്കൊരു 1000 പൗണ്ട് കിട്ടി, എനിക്കത് സഫിഷ്യന്റ് ആണ്. പക്ഷെ എൻ്റെ വിചാരം ഈ 1000 സഫിഷ്യന്റ് എന്നുള്ളതല്ല,
എന്റെ വിചാരം എന്നാ, ഈ 1000 കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അതിലും കൂടുതൽ എന്ത് വേണം. ഈ വേണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് വിചാരപ്പെടൽ വരുന്നത്. കർത്താവ് പറയാം, നിങ്ങൾ എന്ത് തിന്നും, എന്തുടുക്കും, നിങ്ങൾ എന്തോ കുടിക്കും എന്ന് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. അതിന്റെ അർത്ഥം എന്നാ? കർത്താവ് പറയാം, നിങ്ങൾ വിചാരപ്പെടണ്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരിടത്ത് ജോലിക്ക് പോയി, നമ്മൾ പറയുക ഇവിടെ ശമ്പളം കിട്ടുമോ, ഇവിടെ തരുമോ. അപ്പൊ അതിന്റെ മോലാളി പറയുക, നീ ശമ്പളം ഓർത്ത് എന്ത് ചെയ്യണ്ട, ടെൻഷൻ എടുക്കണം, നീ ജോലി ചെയ്താൽ മതി. അതിന്റെ അർത്ഥം എന്നാ? നീ ശമ്പളം ഓർത്ത് ഭാരപ്പെടണ്ട, നീ അതിനെ ഓർത്ത് നീ ടെൻഷൻ എടുക്കേ വേണ്ട എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? നിനക്ക് കിട്ടാനുള്ള ശമ്പളം ഞാൻ എന്ത് ചെയ്യും, തരും. നിന്നെ ഏൽപ്പിച്ച കാര്യം നീ എന്ത് ചെയ്താൽ മതി. കർത്താവ് പറയുക, നീ എന്ത് തിന്നും, നീ എന്ത് കുടിക്കും എന്ന് ഓർത്ത് നീ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ അതിന്റെ അർത്ഥം എന്നാ? ദൈവത്തിന്റെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉള്ളത് കർത്താവ് എന്ത് ചെയ്യും, തരുമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കർത്താവ് രാവിലെ 10 കിലോ അരിയും 10 കിലോ ഗോതമ്പൊടിയായിട്ട് രാവിലെ വീടിന്റെ ഭാഗത്ത് മുട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. അത് മേടിക്കാനുള്ള സോഴ്സ് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, തുറക്കും. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, അല്ലെങ്കിൽ എന്ത് ഉടുക്കും എന്നോർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. അപ്പൊ നോക്കിക്കേ, കർത്താവ് ഇത് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിരിക്കുക. എന്നിട്ടാ കർത്താവ് ഉദാഹരണമായിട്ട് പറയാ, നിങ്ങൾ ആകാശത്തിലെ, അങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചേ, ആകാശത്തിലെ പറവകളെ നോക്കവേ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയും കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും കേട്ടോ ഇതൊന്നും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കാക്കകൾ കൂട്ടം കൂടിയിട്ട് നമുക്ക് നാളെ എങ്ങനെയാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്? നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? പ്രാവെല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട ഇന്നത്തെ കാര്യം നടക്കുമോ, അതോ നാളത്തെ ഇനി ഇന്നെന്തായാലും കുശാലായി, ആരാണ്ടോ കൊണ്ടുവന്ന് ബ്രെഡൊക്കെ ഇട്ട് തന്നു, കാര്യങ്ങളൊക്കെ, നാളെ ഇനി എന്നാ ചെയ്യും? കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുമോ? കാരണം അവയ്ക്കറിയാം എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, തരും. ശ്രദ്ധിക്കണം, അവിടെ പറയുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവേ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല. ഇതൊന്നും അതെന്ത് ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്ന ഇങ്ങനെ പറന്ന് കിടക്കുക. എന്നിട്ട് എവിടെയെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടിട്ട് അതിന്റെ പുറത്ത് വൃത്തികേടാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഇല്ലേ? എന്ത് ചെയ്യാൻ വണ്ടി കഴുകിക്കൊണ്ട് ഞങ്ങളുടെ പാർക്കിംഗ് ഇട്ടാലും മൊത്തം അതിങ്ങനെ ഡിസൈൻ ചെയ്ത് വിടുന്നത്. അപ്പൊ ഇതാണ് ഇത് ചെയ്യുന്നത്. നോക്കിക്കേ, ഇതിന്റെ ആകെ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. അതിനെ നോക്കിയിട്ട് കർത്താവ് പറയുക, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്, അവർക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രാവിനും കാക്കയ്ക്കും വേണ്ടി ഷോപ്പ് തുറന്നു വെച്ചേക്കുന്നത്? ഉണ്ടോ ജസ്റ്റ്? പുനരെവിടെയും ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് വേണ്ടി ഇഷ്ടംപോലെ ഷോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നു വെച്ചിട്ടുണ്ട്. കർത്താവ് അതാ പറഞ്ഞ്, ആകാശത്തിലെ പറവുകളെ നിങ്ങൾ നോക്ക്, അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ അത് എന്ത് ചെയ്യുന്നില്ല, കൂട്ടിവെക്കുന്നില്ല. അടുത്ത വാക്യം എന്നാ വായിച്ചേ? എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, ആരുടെ പിതാവ്? ആരുടെ പിതാവ്? രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, നിന്റെ പിതാവ് ആർക്കൂടെ കൊടുക്കുന്നു? രക്ഷിക്കപ്പെടാത്ത കാക്കയ്ക്കും പാപമേറ്റു പറയാത്ത പ്രാവിനും എന്തോ കൊടുക്കുന്നെന്ന്? ആഹാരം കൊടുക്കുന്നെന്ന്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, നിനക്കോ?
നമുക്ക് വിശ്വാസമില്ല. നമുക്ക് വിശ്വാസമില്ല. ഈ നമ്മുടെ വിശ്വാസം എന്തിനുള്ളതാ? എന്തിനുള്ള റോയിച്ച? നമ്മുടെ വിശ്വാസം എന്തിനുള്ളതാ? കാര്യം ശ്രദ്ധിക്കാൻ. നമ്മുടെ കാര്യം നോക്കിയേ, ഇത് കർത്താവ് നേരിട്ട് പറയുന്നതാ. കർത്താവ് പറയുക, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടി വെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ എന്ത് ചെയ്യുന്നുണ്ട്? പുലർത്തുന്നു. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? അവയേക്കാൾ നിങ്ങൾ ആരാ? ഏറ്റവും വിശേഷതയുള്ള ആർക്ക്? പിതാവിന്. നമുക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ പിതാവ് അവർക്കിതെല്ലാം കൊടുത്തു. ആർക്ക്? ആകാശത്തിലെ പറവകൾക്ക് ഇതെല്ലാം കൊടുത്തു. നമ്മുടെ സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, അവൻ കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും. ബാക്കി നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോ? പറയാം. അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്നു. അല്ല, അതതിന്റെ ആഹാരം കൊടുക്കുന്നു. വായിച്ചിട്ടുണ്ടോ? അതതിന്റെ ആഹാരം കൊടുക്കും. അതിന്റെ അർത്ഥം എന്നാ? കാക്കയ്ക്ക് കഴിക്കുന്ന മതിയോ പുലിക്ക്? പുലി തിന്നുന്ന കാക്കയ്ക്ക് കൊടുത്താലേ കിട്ടിരിക്കും. ഇനി പുലി തിന്നുന്ന മാനിന് കൊടുക്കാൻ പറ്റൂ? പറ്റത്തില്ല. മാൻ കഴിക്കുന്നത് സിംഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ഇനി മാൻ കഴിക്കുന്നത് മുയലിന് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് എഴുതിയിരിക്കുന്നത്, അവൻ കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ. അങ്ങനെ വാക്കി എടുത്തു തരാം, വായിച്ചെടുപ്പോ. കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. കണ്ടോ? അപ്പം മൃഗങ്ങൾക്ക് വേണ്ടത് ഈ സാധനത്തിന് കൊടുക്കത്തില്ല. ഇതിനാരും കൊണ്ട് കൊടുക്കണം? കാക്ക കുഞ്ഞുങ്ങൾക്ക് ആരാ കൊണ്ട് കൊടുക്കണ്ടേ? തള്ളക്കാക്ക കൊണ്ട് കൊടുത്താലേ വായിക്കാത്തോണ്ട് എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. എന്നാല് സിംഹത്തിന്റെ കുഞ്ഞിനെ സിംഹം മുറിച്ച് കടിച്ചു കീറി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. കൈ കിട്ടിയാൽ അവര് തന്നെ കൈകാര്യം ചെയ്തോളൂ. പക്ഷേ ഇവർക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ എഴുതിയേക്കുന്നത്, അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം വരുന്നത്? നോക്കിയേ, കറക്റ്റാണല്ലോ. അപ്പൊ അതതിനുള്ള ആഹാരം ആര് കൊടുക്കുന്നുണ്ട്? കൊടുക്കുന്നു. 147 സങ്കീർത്തനം 9 വാക്യം. അതെ, നിങ്ങള് 147 സങ്കീർത്തനങ്ങൾ വീട്ടിൽ പോയെന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് കുറച്ച് ബലപ്പെടാൻ പറ്റും, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, സാംസ് 147 നിങ്ങൾ വീട്ടിൽ പോയെന്ന് വായിക്കണം. നിങ്ങൾ ഇവിടെ പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ പിതാവ് അവയ്ക്ക് വേണ്ടതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അടുത്തത്, ഇവയേക്കാളെല്ലാം നിങ്ങൾ വിശേഷതയേറിയവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. മനസ്സിലായോ? നിങ്ങൾ ഓർക്കണം, ഇവിടെ കർത്താവ് ഈ മത്തായി സുവിശേഷത്തിൽ ഈ 6-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് എന്തൊക്കെയെന്ന്, മൃഗങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ശ്രദ്ധിച്ചോണം, അതതിന്റെ ആഹാരം കൊടുക്കുമെന്ന് എഴുതിയേക്കുന്നത്.
എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ഓരോന്നിനും വേണ്ടത് വെജിറ്റേറിയൻസ് ഉണ്ട്, നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം ഇവർക്ക് വേണ്ടതെല്ലാം കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ആവശ്യങ്ങൾ ഒന്നല്ല. ആണോ? ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം പല ആവശ്യങ്ങളാണ്. അത് ന്യായമാണെങ്കിൽ ദൈവമക്കളെ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, വഴിയൊരുക്കും. നമുക്ക് നമ്മുടെ ഈ ന്യായത്തിന് അപ്പുറത്തേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കല്ലേ, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടത് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ ഈ ഭോഗങ്ങളിൽ ചെലവിടാൻ വേണ്ടി വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ന്യായമായ വിഷയത്തിനാണ് നിങ്ങൾ യാചിക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? കർത്താവ് തന്നെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. ഈ പറഞ്ഞിരിക്കുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം യാചിക്കാനല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. മുട്ടുവീൻ തുറക്കുമെന്ന് പറഞ്ഞത് വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ചെന്ന് മുട്ടിയാൽ എന്ത് ചെയ്യത്തില്ല, തുറക്കത്തില്ല. വേണ്ടതിനും വേണ്ടാത്ത എല്ലാം പോയി അന്വേഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കണ്ടെത്തത്തില്ല. കർത്താവ് പറഞ്ഞതെല്ലാം ക്ലോസുകളുണ്ട്. ഇവിടെ കർത്താവ് എന്താ പറഞ്ഞത്, ഈ ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്ക്, ഇവയൊക്കെ നിങ്ങളുടെ പിതാവ് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് ന്യായമായിട്ടുള്ളത് കർത്താവ് എന്ത് ചെയ്യും, തരും. നമ്മൾ ഇന്ന് കേൾക്കുന്ന അതല്ലല്ലോ. നമ്മൾ ഇന്ന് കേൾക്കുന്നത് നേരത്തെ ബേസ്വേർ പറഞ്ഞ പോലെ ഈ 80 വർഷത്തിനിടയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എന്നാ വലിയ വലിയ കാര്യങ്ങളാ. മനസ്സിലായോ? കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ കടകളുടെ പരസ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കടകളുടെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുണിക്കടയുടെ പരസ്യം. നമ്മളിന്ന് ടി വി ഉള്ളവർക്കറിയാം, ടി വി ഓപ്പൺ ചെയ്താലെല്ലാം എന്നാ, മലയാളം ചാനൽ വെച്ചാൽ എന്നാ പരസ്യങ്ങളാണ്, ഇല്ലേ? ആ കടയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വെച്ച് ഏറ്റവും വലിയ സെലിബ്രിറ്റികളായിട്ടുള്ളവരെ നിർത്തിയിട്ട് പറയിപ്പിക്കുക. ഇത് പറയിപ്പിക്കുന്നത് എന്തിനാ? ഇതെന്തിനാ പറയിപ്പിക്കുന്നത്? ഈ പരസ്യം ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ അവർ പരസ്യം വിടുന്നത്, അല്ലേ? ഇതെന്തിനാ ഈ പരസ്യം കൊടുക്കുന്നത്? ബിസിനസ് കൂട്ടാൻ. അത് തന്നെയല്ല, ഈ പരസ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പബ്ലിക്കിന്റെ ടേസ്റ്റ് എന്തോ അതനുസരിച്ചാണ് അവർ എന്ത് ഇടുന്നത്, പരസ്യം ഇടുന്നത്, അല്ലേ? പബ്ലിക്കിന്റെ ടേസ്റ്റ് എന്താണോ അതെല്ലാം എവിടെയുണ്ട്, ഞങ്ങളുടെ ഷോപ്പില് ഉണ്ട് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നത്, പരസ്യം ഇടുന്നത്. നോക്കിക്കേ, ഇന്നത്തെ പ്രസംഗം അതല്ലേ. നമ്മുടെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ചാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്കറിയാം നിങ്ങൾക്കെല്ലാം ആരാകണം, കോടീശ്വരന്മാരാകണം. ആർക്കും സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. ആർക്കും ഉള്ളത് കയ്യിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട. ഇത് വരാൻ പോകുന്ന സംഭവം ഞാൻ ഈ അടുത്ത വായിച്ച നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ നടൻ ഒരു സോപ്പിന്റെ പരസ്യം ചെയ്തു. സോപ്പ് വെച്ചാൽ വെളുപ്പം കേസ് കൊടുത്തു. പുള്ളിക്ക് അനുകൂലമായിട്ട് വിധിച്ചു. ഈ കേസ് കൊടുത്ത ആൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നവർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കും. ഇന്ന സംഭവങ്ങളോ ഞാൻ പറയുന്നത് കൊടുക്കണം, കിട്ടിയിട്ടില്ലെന്ന് പറയും, കേസ് കൊടുക്കും. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്ത് ആഗ്രഹത്തോടെ ഈ ചർച്ചയിൽ ചെല്ലുന്നത്? നമ്മൾ ഈ പ്രസംഗകരെ കുറ്റം പറയുന്നു. നമ്മൾ എന്താ ഈ ചർച്ചയിൽ വന്നത്? നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല. ഇനി അടുത്ത ആഴ്ച ഒരു പ്രശ്നവും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, വരരുത്. നിങ്ങളുടെ കടമല്ല ഇന്ന് മാറണം. നിങ്ങളുടെ വീട്ടിൽ ഇനി ഒന്നിനും ഒരു മുട്ടും എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ഇന്നിരിക്കുന്ന വണ്ടി മാറി വലിയ വണ്ടി എടുക്കാൻ വഴി ഒരുക്കണം. ഇന്നത്തെ വീട് പോലെ അതിനേക്കാൾ വലിയൊരു വീട് വേണം.
ഇതെല്ലാം ലഭിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ എവിടെ വരുന്നത്, ചർച്ച വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രസംഗിച്ചാൽ എന്നായിരുന്നു? നിങ്ങൾ ഇതിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഷോപ്പ് തുറന്നിവിടെ വെച്ചിരിക്കുക, നിങ്ങൾ വന്നിട്ട് പറയുക 2 കിലോ പുളിതാ, ഞാൻ പറയുക ഇവിടെ പുളിയില്ല. നിങ്ങൾ അടുത്ത കടയിൽ പോയി എന്ത് ചെയ്തു? പിറ്റേ ദിവസം പറഞ്ഞിട്ട് 2 കിലോ ഉള്ളിതാ, ഞാൻ പറയാ ഇവിടെ ഉള്ളിയില്ല. നിങ്ങൾ എന്ത് ചെയ്തു? അടുത്ത കടയിൽ പോയി മേടിച്ചു. അടുത്ത ദിവസം വന്നു 1 കിലോ പൊട്ടറ്റോ താ, ഞാൻ പറയാ പൊട്ടറ്റോ ഇവിടെ ഇല്ല. 3 പ്രാവശ്യം വന്നപ്പോ ഈ 3 സാധനവും ഇവിടെ ഇല്ല. 4ാമത്തെ പ്രാവശ്യം ജസ്റ്റിനോട് ചിന്നു പറയുക, അച്ഛാ അവിടെ പോയി 1 കിലോ പരിപ്പ് മേടിച്ചോണ്ടോ. ഞാൻ പറയാ അങ്ങനെ കടയിൽ പോയി ഒരു സാധനവും ഇവിടെ, അതല്ലേ പറയത്തുള്ളൂ. അതോ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയൂ? പറയത്തില്ല. അപ്പൊ ഞാൻ ഈ ഷോപ്പ് തുറന്നിട്ട് ഇതെല്ലാം മേടിച്ച് എന്ത് ചെയ്തിരിക്കുക? ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലായോ? ഈ ഉള്ളിയും പൊട്ടറ്റോയും പരിപ്പും എല്ലാം മേടിച്ച് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ജസ്റ്റും വരും, അത് കഴിയുമ്പോൾ റോയിച്ചാൽ മണ്ടിയായിട്ട് വരും, അതിന് വേസ്റ്റ് വരും. ഇവർക്കെല്ലാം ഇത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം നിങ്ങൾ വന്ന എന്തിനാ? ഇത് മേടിക്കാനാ. അപ്പൊ എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാൻ പോയി അങ്ങോട്ട് പോയിട്ട് ഇനി പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വന്നത് എന്തിനാ? വീട് വേണം, കാറ് വേണം, ഇന്നത്തെ അവസ്ഥ എല്ലാം അങ്ങ് മാറണം. ഇവിടെ വന്നപ്പോ ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ പ്രിൻസിപ്പൾ പറയുക, ഞാൻ സാലിപുറയിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വന്നപ്പോ അവിടെ ചെന്നപ്പോ പറയുക ഇതൊന്നും അവിടെ ഇല്ല. എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഇതോടെ അപ്പുറത്ത് പോയപ്പോണ്ട് അവിടെ ഉണ്ട് ഇതല്ല. എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതായിരുന്നു സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഇതായിരുന്നു സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾ വന്നത് നിങ്ങളുടെ ആവശ്യം തീർക്കാനാണ് വന്നത്. പക്ഷേ കർത്താവ് വന്നതിനാണെന്നറിയോ? നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യം തീർക്കാനല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് എന്തിനാ? പാപമുള്ള ഒരു ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പാപമില്ലാത്ത തന്റെ വിശുദ്ധന്മാരാക്കി ഇവിടെ നിർത്തി ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങളെ ഇവിടുന്ന് എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അതിനുവേണ്ടി പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഒക്കെ തന്നു. ഞങ്ങൾ എല്ലാവരുടെ യൂണിയൻ കൂടി വെച്ച് പറഞ്ഞു നമുക്കിതൊന്നും അല്ല പറയണ്ട. ഇവിടെ പറഞ്ഞു ഇതൊന്നും പറഞ്ഞ ആർക്കും ഇതൊന്നും ഇവിടെ വേണ്ട. അതുകൊണ്ട് നമുക്ക് 5 പൈസ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ വകുപ്പുള്ളത് എന്ത് ചെയ്യാം? പറയാം. പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇല്ലാത്ത കാശ് കടം മേടിച്ചു കൊണ്ടു സ്വോത്രാഴ്ച ചെയ്ത് ഇട്ടു. ആകെ ഇപ്പൊ വീഴുന്ന ഇതിനകത്താണ് ഇവിടെ കൊള്ളുന്നേ ഉള്ളൂ. ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ ഇതിനകത്ത് കുത്തി ഞങ്ങൾ നിറയ്ക്കണം. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞ പുള്ളികളെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെല്ലാം പുറത്താക്കി. നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവേ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഈ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അതിന്റെ മലയാളത്തിലുണ്ട് അർത്ഥമല്ല. അധർമ്മം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു ധർമ്മം അല്ലെ? ധർമ്മം പ്രവർത്തിക്കാത്തവരെ എന്നെ വിട്ട് പോകുമേ. അപ്പൊ ധർമ്മം എന്തായിരുന്നു നിങ്ങളുടെ? ഇവര് ധർമ്മം ചെയ്യേണ്ടത് ഇവര് ചെയ്തില്ല. ഇവർ അധർമ്മമാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ധർമ്മമല്ലാത്തത്,
ധർമ്മം ചെയ്യാൻ ദൈവം അയച്ചത്. എന്താ ദൈവം പറഞ്ഞത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. യോഹന്നാൻ സ്നാപകൻ വന്നു പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവേ. യോഹന്നാൻ സ്നാപകൻ ഒറ്റ പ്രസംഗം തലയെന്ന് പോയി. പുറകെ ആര് വന്നു? കർത്താവ് വന്നു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓടണം, വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വന്നിട്ട് ഈ മഹാപുരോഹിതന്മാരെയും അന്നത്തെ പ്രമാണിമാരെയും വെറുപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കർത്താവ് വന്നിട്ട് ഒരു പരുവത്തിൽ ഇവരോട് വർത്താനം പറഞ്ഞൊക്കെ പോയാൽ പോരായിരുന്നു, വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. പൗലോസ് ഇവരെ എല്ലാം കുറ്റം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, ഒരു പരുവത്തിൽ പറഞ്ഞൊക്കെ പോയാൽ പോരായിരുന്നു. അതിനെ അധർമ്മം എന്ന് പറയുന്നു. മനസ്സിലായോ? നിങ്ങൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം എടുത്തേ. 5-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അടക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. മതി. നോക്കിക്കേ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. കാരണം 1, നീ അറുക്കപ്പെട്ടു. 2, നീ അറുക്കപ്പെട്ടു നിന്നിൽ നിന്ന് വന്ന നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭൂമിയിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെയൊക്കെ നീ എന്ത് ചെയ്തു? ദൈവത്തിനായിട്ട് നീ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഉണ്ടോ? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഇതെല്ലാം പറഞ്ഞു. ഇവിടെ പറയുകയാണ്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഭാഷയിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് കിടന്നവരെ എല്ലാം നീ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. നിന്റെ രക്തം കൊണ്ട് നീ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ദൈവമക്കളെ, ഇന്ന് ഞാൻ പ്രസംഗിക്കേണ്ടത് ഈ അറുക്കപ്പെട്ട ഈ യേശുവിനെയാ പ്രസംഗിക്കേണ്ടത്. ഈ യേശു എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ അറുക്കപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പല സഭകളിൽ നമ്മൾ ചെന്നിട്ട് നമ്മുടെ പ്രായമുള്ളവർക്കുണ്ട്, യൗവനക്കാർ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കുക, കർത്താവ് എന്തിനാ അറുക്കപ്പെട്ടത്? അവർക്ക് അറിയത്തില്ല. ഈ ന്യൂജൻ സഭകളിൽ ചെന്നിട്ട് നമ്മളത് ചോദിച്ചേ, കർത്താവ് ക്രൂശിൽ മരിച്ചു എന്തിനാ? ഞാനിത് കുറ്റപ്പെടുത്തുമല്ല ദൈവമക്കളെ, അവർക്ക് അറിയത്തില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്ന്. അവിടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല കർത്താവ് അറുക്കപ്പെട്ടു എന്ന്. അവിടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല യേശുവിന്റെ രക്തം കൊടുത്തിന്റെ വിലയ്ക്ക് വാങ്ങിയതാന്ന്. മനസ്സിലായോ? അവിടെ ഇന്ന് വരെ അവര് കേട്ടിട്ടില്ല.